ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? ഡാഡി അല്ലേ, വേറെ ആരും അല്ലല്ലോ. ഡാഡി തന്നെ പറഞ്ഞു അവിടെ കിടന്നോളാന്ന് അശ്വിൻ പറഞ്ഞു. അവന് ശരിക്കും നീലിമ പറയുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു. ഹാ, നീ പൊക്കോ, പോയി കുളിച്ച് സ്കൂളിൽ പോണം, നീലിമ പറഞ്ഞു. അത് കേട്ട അശ്വിൻ അവളെ നോക്കി. എന്നിട്ട് ചോദിച്ചു, ശരി അമ്മ റെസ്റ്റ് എടുത്തോ. അശ്വിൻ അവൾക്ക് ഒരു ഉമ്മയും കൊടുത്ത് മുറിയിൽ നിന്ന് പോയി. അപ്പോൾ അവിടേക്ക് മല്ലിക കയറി വന്നു. സിദ്ധാർത്ഥ് അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അത് ശ്രദ്ധിച്ച മല്ലിക പറഞ്ഞു, പാവ സിദ്ധു, കൊറേ ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട്. നല്ല ക്ഷീണം കാണും, ഉണർത്തണ്ട. മല്ലിക പറഞ്ഞത് കേട്ട് നീലിമ സിദ്ധാർത്ഥന്റെ നേർക്ക് നോക്കി. അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തലയിണ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അവനെ ഉണർത്താതെ ഇരിക്കാൻ നീലിമ മുറിയിൽ നിന്നിറങ്ങി ഹാളിലേക്ക് ചെന്നു. ഒപ്പം മല്ലികയും. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? മല്ലിക ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല മല്ലികാമേ, ചെറിയ ക്ഷീണമുണ്ട്, അതങ്ങ് മാറും, നീലിമ പറഞ്ഞു. എന്നാ മോള് ബ്രഷ് ചെയ്തു വാ, ഞാനപ്പോഴേക്ക് കഴിക്കാൻ എടുത്തു വെക്കാം. എന്നിട്ട് ഒരു ഗുളിക കൂടി കഴിച്ച ക്ഷീണം പെട്ടെന്ന് മാറും, മല്ലിക പറഞ്ഞു. നീലിമ തലയാട്ടി. അപ്പോഴാണ് നീലിമ തന്റെ വസ്ത്രം ശ്രദ്ധിക്കുന്നത്. തലേ ദിവസം രാത്രി അവളൊരു വെള്ള നൈറ്റിയായിരുന്നു ധരിച്ചിരുന്നത്. ഇപ്പോൾ ദേഹത്ത് അതല്ല ഉള്ളത്. അത് ശ്രദ്ധിച്ച നീലിമ തിരിഞ്ഞു നടക്കുകയായിരുന്ന മല്ലികയെ നോക്കി ചോദിച്ചു, അല്ല മല്ലികാമേ, എന്റെ ഡ്രസ്സ് ആരാ മാറ്റിയത്? ഇന്നലെ എന്താ ഉണ്ടായേ? നീലിമ ചോദിച്ചത് കേട്ട് മല്ലിക അവളെ നോക്കി. ഇന്നലെ മോളാകെ വിയർത്ത് കുളിച്ചിരുന്നു. അങ്ങനെ കിടന്നുറങ്ങിയാൽ പിന്നെയും പനി വരുമെന്ന് ഞാനാ സിദ്ധുവിനോട് പറഞ്ഞ്. അവനാ ദേഹം തുടച്ചിട്ട് മോളുടെ ഡ്രസ്സ് മാറ്റിയത്, മല്ലിക നിസ്സാരമായി പറഞ്ഞു. അവരുടെ കണ്ണിൽ നീലിമ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഈ വേഷം മാറ്റിയതും സിദ്ധാർത്ഥ കണ്ടതുമൊന്നും അവർക്ക് വലിയ കാര്യമല്ല. നീലിമയ്ക്ക് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അവൾ ആകെ നാണത്തോടെ മല്ലികയെ നോക്കി. അയ്യേ, അതെന്തിനാ സിദ്ധാർത്ഥ അങ്ങനെ ചെയ്തേ? നീലിമ അറിയാതെ ചോദിച്ചു പോയി. നീലിമ എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് മല്ലികയ്ക്ക് മനസ്സിലായതുമില്ല. അതെന്താ മോളെ, സിദ്ധാർത്ഥല്ലേ, മറ്റാരും അല്ലല്ലോ, മല്ലിക ചോദിച്ചു. എന്റെ ദൈവമേ, അശ്വിൻ ചോദിച്ചത് തന്നെയാണല്ലോ മല്ലികാമ്മ ചോദിക്കുന്നേ. സിദ്ധാർത്ഥ ആയത് തന്നെയാണല്ലോ പ്രശ്നം. അങ്ങേരുടെ റൊമാൻസ് സ്വഭാവം ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. പോരാത്തതിന് സിദ്ധാർത്ഥന്റെ കൂടെയാണ് രാത്രി ഉറങ്ങിയതും. എന്തെങ്കിലും നടന്നു കാണോ ഈശ്വര? ഇല്ലായിരിക്കും. സിദ്ധാർത്ഥ് അത്ര മോശക്കാരനല്ല. നീലിമ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു. അവൾ ഇത്ര വെപ്രാളം കാണിക്കുന്നത് കണ്ട് മല്ലികയും ഓരോന്ന് ചിന്തിച്ചു. ഷടാ, ഈ കുട്ടി ഇത്ര നാണിക്കുന്നത് എന്തിനാ? ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ ദിവസമായില്ലേ, ഇപ്പോഴും ഇതുങ്ങൾക്ക് നാണം മാറിയില്ലെന്നാ തോന്നുന്നു. മല്ലിക ചിരിയോടെ മനസ്സിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും താഴേക്ക് പോയി. അപ്പോൾ നീലിമ ഓരോ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. സിദ്ധാർത്ഥന്റെ കൂടെ താൻ മുൻപും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് അശ്വിൻ നടുക്കുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചു. അപ്പോഴൊന്നും സിദ്ധാർത്ഥ ഇത്ര ഇഴുകി അടുത്തു ചേർന്ന് ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഓരോന്നോർത്തപ്പോൾ അവളുടെ വെപ്രാളം മാറി ചെറിയ നാണമുഖത്ത് തെളിഞ്ഞു. നീലിമ കുളിക്കാനായി പോയി. സിദ്ധാർത്ഥ് ഇതിനിടയിൽ എപ്പോഴും ഉണർന്ന് അവന്റെ മുറിയിലേക്ക് പോയിരുന്നു. സിദ്ധാർത്ഥ താഴെയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നീലിമ താഴേക്ക് പോയത്. സിദ്ധാർത്ഥിനെ കാണേണ്ടി വന്നാൽ താൻ ആകെ നാണിച്ച് വിയർത്തു പോവുമെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് മനഃപൂർവ്വം നീലിമ ഒഴിഞ്ഞു മാറി കളിച്ചു. അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അശ്വിനെ മല്ലികയുടെ കൂടെ സ്കൂളിലേക്ക് അയച്ച ശേഷം തിരികെ ഓഫീസിലേക്ക് പോവാൻ വേണ്ടി ബാഗും എടുത്ത് ഹാളിൽ വന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടിട്ടും ശ്രദ്ധിക്കാത്ത മട്ടിൽ അവൻ അകത്തേക്ക് പോയി. നീലിമ ആശ്വാസത്തോടെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് പെട്ടെന്ന് പിറകിൽ നിന്ന് അവളെ എടുത്തു പൊക്കി. അപ്രതീക്ഷിതമായി അങ്ങനെ ഉണ്ടായപ്പോൾ നീലിമ വിറച്ചുപോയി. അവൾ എന്തെങ്കിലും പറയും മുൻപേ സിദ്ധാർത്ഥ് അവളെ സോഫയിൽ കൊണ്ടിരുത്തി. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, അതെ, ഇന്ന് തമ്പുരാട്ടി ഓഫീസിൽ പോണ്ട, റെസ്റ്റ് എടുക്ക്. നീ ഇന്ന് പോയില്ലെന്ന് വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അവന്റെ ശ്വാസം നീലിമയുടെ മുഖത്ത് തട്ടി. അവൾ അവന്റെ കണ്ണുകളിൽ നോക്കിയിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. സിദ്ധാർത്ഥിനെ അവൾക്ക് എതിർക്കാനും തോന്നിയില്ല. സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി ഇത്തിരി നേരം നിന്നു. പെട്ടെന്നാണ് മല്ലിക അവിടേക്ക് കടന്നു വന്നത്. അവരെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ വിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ മുറിയിലേക്ക് പോയി. സിദ്ധാർത്ഥ് പറഞ്ഞതുകൊണ്ടും ക്ഷീണം കാരണവും അന്ന് നീലിമ ഓഫീസിൽ പോയില്ല. ഉച്ചയോടെ സിദ്ധാർത്ഥ് തന്റെ ഓഫീസിലേക്ക് പോയി. അവൻ ലാപ്ടോപ്പിൽ ഒരു കാര്യം തിരഞ്ഞുകൊണ്ടിരിക്കെയാണ് പെട്ടെന്ന് ഹേമന്ത് അവിടേക്ക് കയറി വന്നത്. സിദ്ധാർത്ഥ് അവനെ കാണാത്ത മട്ടിലിരുന്നു. അത് ശ്രദ്ധിച്ച ഹേമന്ത് പറഞ്ഞു,
എടാ എടാ പറട്ടെ, നിനക്ക് ഞാൻ വന്നത് തീരെ പിടിച്ചിട്ടില്ലല്ലേ? എന്നാലും നിന്റെ സുഹൃത്തല്ലേ ഞാൻ, അതിന്റെ മര്യാദയെങ്കിലും നാടേ. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നേർക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, വല്ലപ്പോഴും വരുന്ന സുഹൃത്തൊക്കെ ആണെങ്കിൽ ഞാൻ ആനയിച്ചിവിടെ ഇരുത്തിയന്നെ. നീ ഇത് ഡെയിലി വരുന്നതല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ കമ്പനിയിൽ ഒരു പണിയുമില്ലേ? എപ്പോ നോക്കിയാലും എന്റെ പിന്നാലെയാണല്ലോ നീ. ഉവ്വ, പിന്നാലെ നടക്കാൻ നീ എന്താ പെണ്ണാണോ? ഒന്ന് പോയടാ. അല്ല, അതൊക്കെ പോട്ടെ, നിങ്ങളുടെ കുടുംബസംഗമം ഉണ്ടെന്ന് കേട്ടല്ലോ. ഞാനത് നിന്നോട് ചോദിക്കാൻ വന്നതാ. അല്ല, നീ അറിഞ്ഞില്ലേ അത്? ഹേമന്ത് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് കാര്യം മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി. സാധാരണയായി സിദ്ധാർത്ഥിന്റെ കുടുംബം ഇടയ്ക്ക് ഒരു ഒത്തുകൂടൽ വെക്കാറുണ്ട്. അത് പക്ഷെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നടത്താറില്ല. വർഷത്തിലൊരിക്കൽ ഡിസംബറിലാണ് സംഗമം നടത്താറുള്ളത്. അതറിയാവുന്ന സിദ്ധാർത്ഥ് ആശ്ചര്യത്തോടെ ഹേമന്തിനെ നോക്കി. ഇത്ര പെട്ടെന്ന് എന്ത് കുടുംബസംഗമം? സാധാരണ ഈ സമയത്തല്ലല്ലോ നടത്തുന്നത്, ഇതെന്താ പെട്ടെന്ന്? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ ഹേമന്ത് അവനെ നോക്കി. സിദ്ധു, എനിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ കുടുംബസംഗമം കാണുമെന്ന് വാർത്ത കേട്ടു. സിദ്ധാർത്ഥ് അസ്വസ്ഥനായതുപോലെ അവനെ നോക്കി. സിദ്ധു, ഞാനൊരു കാര്യം പറയട്ടെ. സിദ്ധാർത്ഥ് അത് കേട്ട് തല ഉയർത്തി ഹേമന്തിന്റെ നേർക്ക് നോക്കി. അല്ല, നീലിമയുടെ കാര്യം നിനക്ക് വീട്ടിൽ അറിയിക്കാൻ പറ്റിയ സമയമാണിപ്പോ. ഈ കുടുംബസംഗമം നടക്കുമ്പോ നീലിമയും കൂട്ടി ചെന്നാ നീ കല്യാണം കഴിച്ച കാര്യം എല്ലാവരെയും അറിയിക്കുകയും ചെയ്യാം. അധികം ആരും ഒന്നും ചോദിക്കാനും പോകുന്നില്ല. നല്ല ഐഡിയ ആണത്, ഹേമന്ത് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു. അല്ല, നിനക്ക് വേറെ ഒരു പണിയില്ലേ? ഏത് നേരം ഇതും പറഞ്ഞോണ്ട് എന്റെ പിന്നാലെ നടക്കുവാണല്ലോ നീ. ഡാ, ഒരു പണിയും നിന്റെ കമ്പനിയിൽ ചെയ്യാനില്ലേ? എന്റെ കൂടെ അസിസ്റ്റന്റായി കൂടിക്കോ. അതാവുമ്പോ എന്റെ ജോലിഭാരം കുറയുകയും ചെയ്യും. സിദ്ധാർത്ഥ് കളിയാക്കുന്ന മട്ടിൽ പറഞ്ഞു. ഹേമന്ത് അത് കേട്ട് അവനെ നോക്കി. സിദ്ധാർത്ഥ് തന്നെ കളിയാക്കിയതാണെന്ന് ഹേമന്തിന് മനസ്സിലായിരുന്നു. നിന്റെ കൂടെ അസിസ്റ്റന്റ് ആവുന്നതിലും ഭേദം ഞാൻ വല്ല ട്രെയിനിന് മുന്നിൽ ചാടുന്നതാ. അതാവുമ്പോ ഒറ്റയടിക്ക് ചാവും. നീയാണെങ്കിലേ ഇഞ്ചിഞ്ചായേ കൊല്ലത്തുള്ളൂ. ഹേമന്ത് അത് പറഞ്ഞ ശേഷം ചിരിച്ചു. സിദ്ധാർത്ഥ് ഹേമന്തിനെ അപ്പോൾ രൂക്ഷമായി നോക്കി. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ കാര്യോ പറഞ്ഞ. നീ നീലിമയുടെ കാര്യം വീട്ടിൽ അറിയിക്കണം സിദ്ധു. ഇതിനുള്ളിൽ നീ അറിയാതെ വേറെ കുറെ പ്ലാനിങ്സ് നടക്കുന്നുണ്ട്. അതാ ഞാനീ പറയുന്നേ, ഹേമന്ത് പറഞ്ഞു. അവന്റെ മുഖം കണ്ടപ്പോൾ ഹേമന്ത് കാര്യമായ എന്തോ അറിഞ്ഞു വെച്ചിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. എന്താടാ, എന്താ പ്രശ്നം? വല്ല ആലോചനയും കൊണ്ട് വരുന്നുണ്ടോ എനിക്ക്? അതിനാണോ ഇപ്പൊ ഈ കുടുംബസംഗമം? ഹേമന്ത് അത് കേട്ട് സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. നീ ഊഹിച്ചത് ശരിയാണ്, ഒരു ആലോചന വരാൻ ചാൻസ് ഉണ്ട്. അതറിഞ്ഞതുകൊണ്ടാ ഞാനീ പറയുന്നത്. നീ ഞാൻ പറയുന്നത് കാര്യമായി എടുക്കണം സിദ്ധു. നീലിമയുടെ കാര്യം ഇനി അറിയിക്കാതിരിക്കുന്നത് നല്ലതല്ല നമുക്ക്, ഹേമന്ത് പറഞ്ഞു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.